സജീവിന് ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങാൻ. പക്ഷേ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ആ മുഖമാണ് അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആ ശബ്ദം ഇങ്ങനെ പറയുകയാണ്, സത്യം തുറന്നു പറ, എന്താണ് സംഭവിച്ചത്, നിനക്കറിയാമല്ലോ. വിജയൻ്റെ ശബ്ദമാണത്, നമ്മുടെ സജീവിൻ്റെ ആത്മാർ സുഹൃത്തായ വിജയൻ്റെ ശബ്ദം. വിജയൻ എന്താണ് സംഭവിച്ചത്? കട്ടപ്പനയിലെ കക്കാട്ടടവിൽ നടന്ന കൊലപാതകത്തിൻ്റെ ആരും അറിയാത്ത ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. കട്ടപ്പനയിലെ കക്കാട്ടുകടവിലെ ഒരു വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതാണ് ആ വീട്. ഒന്ന് നോക്കിയേ, കണ്ടോ? വലിയ ബഹളങ്ങളില്ല, ആരവങ്ങളില്ല, ഒരു സന്തോഷമില്ലാത്ത, ഒരു പ്രഭയില്ലാത്തൊരു വീട്. ഈ വീട് കാണുന്നത് തന്നെ എല്ലാവർക്കും ഒരു ഭയമാണ്. അത്രയും വലിയൊരു ദുരന്തമാണ് ഈ വീട്ടിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. ഒരു സമയത്ത് ഈ വീട്ടിൽ ഭയങ്കര കളിചിരിയും ബഹളങ്ങളും ആരവങ്ങളും ഒക്കെ ഉള്ളൊരു വീടായിരുന്നു. ഈ വീട്ടിൽ തന്നെ ഭയങ്കര ഉത്സവ അന്തരീക്ഷമാണ്. ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അവർക്ക് 2 മക്കളുണ്ടായിരുന്നു, വിഷ്ണുവും പിന്നെ അതിൻ്റെ സഹോദരിയൊക്കെ. അങ്ങനെ എന്തുകൊണ്ട് സന്തോഷം നിറഞ്ഞ ഈ വീട്ടിലേക്കാണ് ആ ദുരന്തം ഓടിയെത്തിയത്. ഇപ്പോൾ ഈ വീട് ആരോ വാങ്ങിച്ചിരിക്കുകയാണ്, ഒരു അമേരിക്കക്കാരൻ മേടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ വീടിനെ ഇപ്പോൾ ആൾക്കാർ കാണുന്നത് ഒരു സംശയദൃഷ്ടിയോടെയാണ്. ആ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത്, ശരിക്കും പറഞ്ഞാൽ പുറത്തറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ, അത്രയും വലിയ ദുരന്തം ആ വീട്ടിൽ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. ഈ വീട്ടിൽ താമസിച്ചിരുന്ന വിജയൻ മരിച്ചു. വിജയൻ്റെ മകനും ഭാര്യയും ഇപ്പോൾ ജയിലിലാണ്. മകൾ ഏതോ ഷെൽട്ടർ ഹോമിലാണ്. അങ്ങനെ എന്തുകൊണ്ടും മുടിഞ്ഞ് നാശ കോടാലിയായി ഈ വീടിൻ്റെ അവസ്ഥ. ഇവർക്ക് എന്താണ് സംഭവിച്ചത് അല്ലേ? വിജയൻ എങ്ങനെയാണ് മരിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്ന, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു വേർഷൻ ഇങ്ങനെയാണ്. നമുക്ക് ആ കഥയിലേക്ക് പോകാം. എന്തായാലും ഈ വിജയൻ നല്ല സന്തോഷകരമായിട്ട് ഈ കുടുംബം നോക്കുന്ന മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. നാട്ടിലെ ഒരു പൊതുപ്രവർത്തനം കൂടിയായിരുന്നു. അങ്ങനെ കുടുംബത്തെ നോക്കുന്ന ഇയാൾക്കൊരു കുഴപ്പമുണ്ട്. ഇയാളൊരു കടുത്ത അന്ധവിശ്വാസിയാണ്. അറിയാമല്ലോ, ഇങ്ങനെയുള്ള ന്യൂനതകളിലേക്കാണ് മറ്റൊരു ചില ആൾക്കാർ കയറി പറ്റുന്നത്. അങ്ങനെ ഇയാൾക്ക് പണം കുറയുമ്പോൾ അന്ധവിശ്വാസത്തിന് പുറകെ പോകുന്നു, അല്ലെങ്കിൽ ജോലി തടസ്സം ഉണ്ടാകുമ്പോൾ അന്ധവിശ്വാസത്തിന് പോകുന്നു. അങ്ങനെ അന്ധവിശ്വാസം മുതലെടുത്തുകൊണ്ട് നിതീഷ് എന്ന് പറയുന്ന ഒരാൾ ഈ വീട്ടിലേക്ക് വരികയാണ്. അയാൾ അയൽവാസി തന്നെയാണ് കേട്ടോ. ഞാൻ ധനം വർദ്ധിപ്പിക്കാം, ജോലി അഭിവൃദ്ധി ഉണ്ടാക്കാം, ഈ വീടിന് സർവൈശ്വര്യം ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ, ഈ നിതീഷ് എന്ന് പറഞ്ഞ പയ്യൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ ഈ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ പൂജയും മന്ത്രങ്ങളുമായിട്ട് ഈ വീട്ടിൽ അവൻ തമ്പടിക്കുകയാണ്. വിജയനും വീട്ടുകാരും അങ്ങനെ പൂജയും മന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നതെന്ന് തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് പോലും അറിയത്തില്ല. പക്ഷേ എന്തോ ദുരൂഹതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മണിയൊച്ചയും ബഹളമൊക്കെ കേൾക്കാം. പക്ഷേ ആ വീട്ടിൽ ആർക്കും പ്രവേശനമില്ല. ഈ നിതീഷ് അവിടെ കയറി പറ്റിന് ശേഷം ഈ വിജയൻ കുടുംബവും നാട്ടുകാരോട്ടൊന്നും വലിയ ബന്ധം പുലർത്തിയില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയത്തുമില്ലല്ലോ. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം ആ വീട്ടിൽ സംഭവിക്കുകയാണ്. ഈ നിതീഷ് ഈ വിജയൻ്റെ മകളുമായിട്ട് പ്രണയത്തിലാവുകയാണ്. ആ പ്രണയം കടുത്തു ഈ പെൺകുട്ടി ഗർഭിണിയാവുകയാണ്. നാണം കെട്ട കേസല്ലേ? അയൽവാസികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ പുലിവാലാകും, നാണം കെട്ട കോടാലിയായിട്ട് മാറും. അങ്ങനെ ഈ വിജയനും ഈ മകൻ വിഷ്ണുവും ഈ നിതീഷും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ കുഞ്ഞിനെ അങ്ങ് കൊല്ലാം. അങ്ങനെ 5 ദിവസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ ആ വീട്ടിൽ വെച്ച് തന്നെ കൊല്ലുന്നു. വീടിൻ്റെ പുറകുവശത്ത് ഒരു കുഴിയെടുക്കുന്നു, അതിൽ മൂടുകയാണ്. ഇതൊന്നും ഒരാൾക്ക് പോലും അറിയത്തില്ല കേട്ടോ. ആ വീട്ടിലുള്ള ഇത്രയും പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിതീഷ് അങ്ങനെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പമാകുമെന്ന് വിചാരിച്ചു ആ വീട് അമേരിക്കയിലുള്ള ഏതോ ഒരാൾക്ക് വിൽക്കുന്നു. തൊട്ടടുത്തുള്ള വേറെ സ്ഥലത്തേക്ക് അവർ താമസം മാറുകയാണ്. ഇനിയിപ്പോൾ കഥ നടക്കുന്ന ആ വീട്ടിലാണ്. പുതിയ വീട്ടിലെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സത്യം നാട്ടുകാർ അറിയുകയാണ്, വിജയനെ കാണാനില്ല. എല്ലാത്തിനും സഹകരിക്കുന്ന, എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്ന വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ കാണാനില്ല. എവിടെ പോയി? ആൾക്കാർക്കെല്ലാം ഒരു സംശയം, വിജയൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിജയൻ്റെ മകൻ വിഷ്ണുവിനെയും ആ വീട്ടിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന നിതീഷിനെയും ഒരു മോഷണ കേസിൽ പോലീസ് പിടിക്കുകയാണ്. അങ്ങനെ വിശദമായിട്ട് 2 പേരെയും വിശദമായിട്ട് കൊടഞ്ഞും പിഴിഞ്ഞും ചോദ്യം ചെയ്യുമ്പോൾ ഒരു സത്യം അറിഞ്ഞു എല്ലാവരും ഞെട്ടി. വിജയൻ മരിച്ചിരിക്കുന്നു. വിജയൻ്റെ മൃതശരീരം ആ വീട്ടിൽ തന്നെയുണ്ട്. അത് ഈ നിതീഷും വിഷ്ണു ഒരുപോലെ പറയുകയാണ്. നാട്ടുകാർക്കെല്ലാം വലിയ ആശ്ചര്യം. സ്വന്തം പിതാവിനെ സ്വന്തം മകൻ കൊന്നുകളയുമോ? എന്തായാലും ആ വീട് മുഴുവൻ പരിശോധിച്ചു. അവിടെ ആ തറയിൽ, കോൺക്രീറ്റ് ഇട്ട തറയിൽ പോലീസ് ആ ബോഡി കണ്ടെത്തുകയാണ്. ഒടിച്ചു മടക്കിയ നിലയിൽ ഒരു പേസ്പോർട്ട് പെട്ടിക്കകത്ത് അടക്കിയ നിലയിലാണ് ആ ബോഡി കണ്ടെത്തുന്നത്. ആ പിതാവിനെ അടിച്ചു കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയെല്ലാം കണ്ടെത്തി. അപ്പോൾ ഒരു കാര്യം തെളിഞ്ഞു, മകനും നിതീഷും എല്ലാം ചേർന്നാണ് ആ പാവപ്പെട്ട മനുഷ്യൻ, അതായത് വിജയനെ തല്ലിക്കൊന്ന് കുഴിച്ച് മൂടിയിരിക്കുന്നത്. അതിന് ദൃക്സാക്ഷികളായിട്ടുള്ളത് അമ്മ സുമയും മകളൊക്കെ ഇതിനുള്ള ആൾക്കാരാണ്. എന്തായാലും കേസ് തെളിഞ്ഞു, അവർ കുറ്റം ഏൽക്കുകയും ചെയ്തു. ഈ കേസ് വിദഗ്ധമായി കണ്ടുപിടിച്ചതിന് പോലീസുകാർക്കെല്ലാം ഉഗ്ര മെഡലെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാരെല്ലാം കൊടുത്ത് പ്രതികളെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ വിഷ്ണുവും നിതീഷും ജയിലിലും, പിന്നെ മറ്റൊന്നുണ്ട് സുമയുണ്ട്, ഇവരുടെ വിജയൻ്റെ ഭാര്യയും ജയിലിലാണ്. അങ്ങനെ 3 പേര് ജയിലിലാണ്. ഈ മകൾ ഏതോ ഷെൽട്ടർ ഹോമിലാണ്. അങ്ങനെ അവർ മാപ്പുസാക്ഷിയാക്കിയിട്ട് ഏതോ ഷെൽട്ടർ ഹോമിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. എന്തിനായിരിക്കാം ആ നല്ലവനായ വിജയനെ കൊന്നത്? അതിനും പോലീസിന് ഉത്തരമുണ്ട്.
ആദ്യം ഒരു കുഞ്ഞ് മരിച്ചല്ലോ, 5 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇവർ കുഴിച്ചിട്ടല്ലോ. അത് ഈ വിജയൻ പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. അത് സഹിക്കാൻ വയ്യാതെ പുറത്തു പറഞ്ഞാൽ കുടുംബം മുഴുവൻ നശിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നിതീഷും വിഷ്ണുവും കൂടെ തന്ത്രപൂർവ്വം അയാളെ കൊന്നു. എന്നിട്ട് ആരും അറിയാതെ ആ കോൺക്രീറ്റ് ഇട്ട ആ സ്ഥലത്ത് കുഴിച്ചു മൂടി. അതാണ് പോലീസിൻ്റെ ഭാഷ്യം. പക്ഷേ ഇതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനൊന്നും നടന്നിട്ടേ ഇല്ല. പോലീസിന് കിട്ടിയ വിശിഷ്ട മെഡലൊക്കെ വെറും തട്ടിപ്പാണ്. ഇതെല്ലാം പോലീസ് കെട്ടിച്ചമച്ച കഥയാണെന്നാണ് വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അയൽവാസിയും ഒക്കെ ആയിട്ടുള്ള സജീവൻ പുറത്ത് പറയുന്നത്. അയാൾക്ക് ഉറക്കം വരുന്നില്ല. പല രാത്രികളും ഉറക്കമില്ലാതെ അയാൾ എഴുന്നേറ്റ് നടക്കുകയാണ്. അയാളുടെ മനസ്സിൽ ആ രഹസ്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അയാൾ പറയുന്ന കാര്യം കേട്ടാൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന്. അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? ആ കുഞ്ഞില്ലേ, 5 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. ആരും വീടിന് പിറകിൽ കുഴിച്ചിട്ടിട്ടുമില്ല. ആ വീട് വാങ്ങിച്ച ഒരാളുണ്ടല്ലോ, ഏതോ ഒരു അമേരിക്കക്കാരൻ, ആ കുഞ്ഞിനെ ആ അമേരിക്കക്കാർക്ക് കൊടുത്തു. അതിനുശേഷമാണ് ആ ഒരു വ്യവസ്ഥയിലാണ് അമേരിക്കക്കാരൻ ആ വസ്തു എല്ലാം വാങ്ങിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, വിജയനെ ആരും കൊന്നിട്ടില്ല. വിജയനെ ആരും കൊന്നിട്ടില്ലെന്നേ. വിജയന് ഹാർട്ട് അറ്റാക്കാണ്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച വിജയനെ തന്ത്രപൂർവ്വം ഏതോ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് അത് ഒരു കുഴിച്ചു മൂടി എന്നുള്ള സത്യമാണ്. പക്ഷേ വിജയനെ കൊന്നത് ഈ വിഷ്ണുവും നിതീഷും അല്ല. പിന്നെ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ചോദ്യം, സ്വാഭാവികമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഒരാളെ എന്തിനായിരിക്കാം കുഴിയെടുത്ത് കുഴിച്ചിടുന്നത് അല്ലേ? അതൊരു ചോദ്യമാണ്. അതിനും ഈ അയൽവാസിക്ക് ഉത്തരവുണ്ട്. അങ്ങനെ അയാളെ അലട്ടുന്ന 2 ചോദ്യത്തിനാണ് അയാൾ ഉത്തരം പറയാൻ പോകുന്നത്. ഒന്ന്, ഈ നിമിഷം പോലും കുഞ്ഞിൻ്റെ ബോഡിയുടെ അവശേഷം കിട്ടിയിട്ടില്ല. രണ്ടാമത്തത്, വിജയൻ മരിച്ചത് എങ്ങനെയാണ്, ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. എന്തായാലും വളരെ നാളായിട്ട് സജീവനെ അലട്ടിയിരിക്കുന്ന ആ രഹസ്യം പുറത്ത് പറയുകയാണ്. ഞാൻ ഇതിൻ്റെ വീടിന്ന് ഒരു 30 മീറ്റർ കൂടുതൽ അകലമില്ല. തൊട്ട് മേളത്തെ വീടാണ് എൻ്റെ വീട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കമില്ലാത്ത ദിവസമോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വിജയൻ മരിച്ചുപോയി. അതിനേക്കാൾ കൂടുതൽ അവൻ്റെ മകൻ വിഷ്ണു, അവനെ പീരുമേട് ജയിലിൽ കിടക്കുകയാണ്. വിജയൻ്റെ ഭാര്യ സുമ ജയിലിൽ ഇപ്പം നിലവിൽ കിടക്കുകയാണ്. മകളിപ്പോൾ ഷെൽട്ടർ ഹോമിലാണ്. എന്താണ് ഇങ്ങനെ വെളിപ്പെടുത്താനുള്ള കാരണം? അതിപ്പം ഇങ്ങനെയുള്ളൊരു വെളിപ്പെടുത്തൽ നടത്താനുള്ള ഇപ്പോഴത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ വിചാരണ തൊടുപുഴ കോടതിയിൽ നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 1-ാം പ്രതിയായിട്ടുള്ള നിതീഷിനെ കോടതി ശിക്ഷിച്ചാലും വെറുതെ വിട്ടാലും ഇതിൽ ഈ മാപ്പസാക്ഷികളായ ആളുകൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് അനാസ്ഥ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ 2022 പിന്നെ 2/11/2022 തൻ്റെ സഹോദരനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഈ മരിച്ചുപോയ വിജയൻ്റെ സഹോദരി ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ്. ഈ പോലീസ് ഈ കേസ് അന്വേഷണം എന്തായി എന്നുള്ളതാണ്. ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ അന്ന് വിജയൻ കക്കാട്ടുകടയിലല്ല ഉള്ളത്. ഈ 2 കിലോമീറ്ററിനുള്ളിൽ 20 ഏക്കറിലെ ഒരു വാടക വീട്ടിൽ വിജയനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വിജയൻ മരിച്ചിട്ടില്ല. ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താമായിരുന്നു. അന്ന് അന്വേഷണം ഉണ്ടായിരുന്നു, അവർ രക്ഷപ്പെടുത്തേന്. അന്ന് കൃത്യമായിട്ട് അതിലൊരു അന്വേഷണം നടന്നിരുന്നെങ്കിൽ വിജയൻ മരിക്കില്ല. കാരണം അന്ന് വിജയൻ ജീവനോടെ ഉണ്ടല്ലോ. വിജയൻ മരിക്കുന്നത് 2023 ആഗസ്റ്റിലാണല്ലോ FIR പ്രകാരം മരിക്കുന്നത്. ഒരു അന്ധവിശ്വാസമാണ് നശിപ്പിച്ചത്, ഉറപ്പായിട്ടും. സത്യത്തിൽ ഇവർക്കൊരു അന്ധവിശ്വാസമുണ്ട്. പക്ഷേ അതിൻ്റെ ഇരകളായ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം പോലീസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ കുട്ടിയുടെ ബോഡിയൊക്കെ ഇവിടെ അടക്കിയെന്ന് പറഞ്ഞില്ലേ, നോക്കിയല്ലേ? അതെ അതെ, ആ കൊച്ചിന്റെ ബോഡി. അതെ. ഇതെവിടെ ഇതെന്ത് വരുന്നത്? ഇവിടെ ഒരു കന്നാലിക്കൂടാണ്. ഇവിടെയാണ് കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞാണ് ഇവിടെ കുഴിച്ചു മാന്തി അന്വേഷണമൊക്കെ പോലീസ്. മകളുടെ കൊച്ച്, വിജയന്റെ മകളുടെ കൊച്ച് ഇവിടെയൊക്കെ തുറന്നായിരുന്നു. ഇവിടെയൊക്കെ തുറന്ന അന്വേഷണമൊക്കെ നടത്തിയായിരുന്നു. കണ്ടില്ല. കണ്ടില്ല. അങ്ങനെ ബോഡി കിട്ടായിട്ടൊന്നും വാർത്ത വന്നിട്ടില്ല. അപ്പൊ ഇതിനെപ്പറ്റി യാതൊരു തെളിവ് ഇപ്പോഴും ഇല്ല. ഈ കൊച്ചു മരിച്ചതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുമില്ല. കൊച്ചുണ്ടെന്ന് ഉറപ്പായിരുന്നു. കൊച്ചുണ്ട് എന്നുള്ളത് ശരിയാണ്. കൊച്ചിനെന്ത് സംഭവിച്ചാണ് ഇപ്പോൾ? ആ കൊച്ചിനെ സംഭവിച്ച കാര്യങ്ങളിൽ ഇപ്പം ഇതിനകത്ത് തെളിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ. മറുഭാഗത്തൊരു അന്വേഷണം പോകേണ്ടതായിരുന്നു. കാരണം അന്ധവിശ്വാസത്തിൻ്റെ ആ മറവിൽ ഈ കുട്ടീനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം പോയിട്ടില്ലല്ലോ. ഇപ്പം ഇവിടുന്ന് ഒരു കുട്ടി മരിച്ചു എന്ന് പറയുന്നു, യാതൊരു തെളിവും കിട്ടിയില്ല. അവിടെ കൊണ്ട് അത് അവസാനിക്കുകയാണ് ചെയ്തത്. ഈ വിജയനെ കൊലപ്പെടുത്തിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഈ വിജയൻ്റെ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിരവധി സംശയങ്ങൾ അതിനകത്തുണ്ട്. കാരണം ആൾ മരിച്ചതും അവിടെ കുഴിച്ചിട്ടതും എല്ലാം അവിടെ ഒരു സത്യമാണ്. അപ്പോൾ ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ കഴിയും. ഹാർട്ട് അറ്റാക്ക് ആണെന്നാണല്ലോ. അതെ. അല്ല, സൈചേട്ടൻ ഈ മകനെ സംസാരിച്ചപ്പോൾ മകൻ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് ആണ്. മകൻ അന്ന് പറയുന്നുണ്ട് എന്നോട്. ഈ മകൻ സംസാരിച്ചു. അന്ന് ഈ ആശുപത്രി കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മകനോട് രാത്രിയിൽ ചോദിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആദ്യം മോഷണ കേസിലാണല്ലോ അവിടെ എത്തുന്നത്. അതിനുശേഷം ഇവനോട് ഞാൻ ചോദിച്ചേട്ടാ വിജയൻ എന്തിയേ, നിൻ്റെ അച്ഛൻ എന്തിയേ? അതുകൊണ്ട് കാണുന്നില്ല. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, എനിക്ക് നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഭരിക്കുന്നില്ല, നീ ഇവിടുന്ന് ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പോഴാണ് ഇവൻ എന്നോട് പറയുന്നത്, ആരോടും പറയാൻ ഒരു കാര്യം പറയാം, ഇതുപോലെ ഒരു കൊച്ച് അന്ന് ഉണ്ടായിട്ടുണ്ട്, ചേച്ചിക്ക് ഒരു കൊച്ചുണ്ടായിരുന്നു, അത് അങ്ങനെ എടുത്തുകൊണ്ട് നിതീഷ് എന്ന് പറയുന്ന ആൾ എടുത്തുകൊണ്ട് പോകുന്ന മാത്രമേ എനിക്കറിയത്തുള്ളൂ. എനിക്ക് പിന്നെ അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് എന്ന് അന്ന് എന്നോട് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണ്. ഈ വിഷ്ണുവും
ഈ സഹിച്ചേട്ടൻ നിന്നെല്ലാം ഇപ്പോൾ അടുപ്പമാണ്. അവൻ്റെ മൊഴി കറക്റ്റ് ആയിരിക്കും, സത്യമായിരിക്കും. അവൻ്റെ മൊഴി അങ്ങനെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അങ്ങനെ വിജയൻ്റെ ആ ഒരു മരണം അങ്ങനെയാണെന്ന് കാരണം ആ കാരണം ഞാനിതൊന്ന് പോലീസിനോട് പറഞ്ഞു. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം, ജയിലിൽ പോയി സന്ദർശിച്ച് കഴിഞ്ഞപ്പം വിഷ്ണു പറഞ്ഞൊരു കാര്യമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ ഇതിനകത്ത് ബഹുമതികളൊക്കെ ഈ അന്വേഷിച്ച പോലീസിന് കിട്ടിയുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവനിവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ഞാൻ ചെന്ന് ഉള്ള സത്യം പറ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും അവൻ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ അച്ഛൻ മരിച്ചത്, ഹാർട്ട് അറ്റാക്കാണ്. പിന്നെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പം ആരും അതിനകത്തൊന്നും പ്രത്യേകിച്ചായിട്ട് ചെയ്തിട്ടില്ല. ഈ എന്തിനായിരിക്കും സ്വന്തം ആ വീട്ടിൽ കുഴിച്ചിട്ട് എന്തിനായിരിക്കും? കുഴിച്ചിട്ടേണ്ട കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഉത്തരം കിട്ടാറ്. കാരണം അത് ഈ അന്ധവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരു അങ്ങനത്തെ സംഭവങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ടല്ലോ. ആഭിചാരക്രിയയുടെ ഭാഗമാണ്. ആഭിചാരക്രിയയുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഏത് ബസ്സിലോ ഏതോ അന്ധവിശ്വാസം ഇവർക്ക് പുറത്ത് വരാൻ കഴിയാത്ത നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആ ഒരു കുഴിച്ചെടിയിലോട്ട് നല്ല ബന്ധമുണ്ട് ഇതിനകത്തല്ലേ? അങ്ങനെയുണ്ട്. കാരണം അതിനകത്ത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നെയ്യാറ്റിൻകര ഗോപസ്വാമിയുടെ സംഭവങ്ങൾ ഇങ്ങനെയാണ്. അന്ധവിശ്വാസം ആയിരുന്നു. അന്ധവിശ്വാസത്തിൽ അവിടെ മരിച്ച ഗോപൻ സ്വാമിനെ അവർ രഹസ്യമായിട്ട് വീടിനുള്ളിലല്ല എന്നേ ഉള്ളൂ, പുറത്ത് ആരും അറിയാതെ അവർ ചെയ്തു. അത് സമാധി ഇന്ന് 2-3 തവണ വന്നു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ വളരെ ക്ഷമയോടെ കാത്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിനകത്ത് വന്നത്. ഈ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ FIR ഇടുന്നതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു എന്താണെന്ന് പോലും മാധ്യമങ്ങൾ പറഞ്ഞു. ഇത്രയും വലിയ വിവാദമായൊരു കേസായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സംബന്ധിച്ച് പുറത്തേക്ക് ഒരു കാര്യങ്ങളോട് പറഞ്ഞിട്ടില്ല, വന്നിട്ടുമില്ല. അതിനു മുമ്പേ ഇവരെ ഒരു കൊലപാതകൾ എന്ന് മുദ്ര കുത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ സംഭവിക്കുന്ന റിപ്പോർട്ട് ആർക്കും അറിയത്തില്ല, എന്താണ് എനിക്കറിയില്ല. കാരണം മാധ്യമങ്ങളല്ലേ പറയണ്ടേ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ എങ്ങനെയാണല്ലോ റിപ്പോർട്ട് ചെയ്യാറ് എല്ലാ മാധ്യമങ്ങളും. ഒരു ദുരൂഹ മരണമുണ്ടായി, ഇത് കൊലപാതകമാണെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എന്ന് പറയണമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു വാർത്തകൾ വന്നിട്ടുമില്ല, അത് അറിഞ്ഞിട്ടുമില്ല. മോഷണ ശ്രമം മനഃപൂർവ്വം പോലീസ് ഉണ്ടാക്കിയ നാടകമാണ്. അങ്ങനെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കുടുംബത്തിനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കണം. ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് ഈ രീതിയിലൊരു അന്വേഷണങ്ങൾ നടത്തണം. ഇവർ ആത്മഹത്യ ചെയ്യാതല്ല വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ആത്മഹത്യ പ്രതീക്ഷിക്കുന്നുണ്ടോ? പുറത്ത് ഞാനത് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്ര സൂചനകളൊക്കെ ഇവർ എനിക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഭർത്താവിനെ കൊന്ന നിലയിൽ അമ്മ പിന്നെ സുമ, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് അച്ഛനെ ഒരു കുഞ്ഞിനെയും കൊന്ന ഇതിൽ വിഷ്ണു, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സൂചി കുത്താൻ പോലും ഇവർക്ക് ഇനി സ്ഥലമില്ല, ഒരു സ്വത്തുക്കൾ ഇവരില്ല. ഇവർ ഇറങ്ങി വരുന്നത് ഒരു ശൂന്യതയിലേക്കാണ്. അപ്പോഴാണ് ഇവരറിയുന്നത് ഇവർക്ക് എതിരെ ഉണ്ടായിരുന്ന ഈ മാധ്യമ പ്രഹരം, സമൂഹത്തിൽ ജീവിക്കാൻ വയ്യാത്തൊരു അവസ്ഥ ഇതിനകത്തുണ്ട്. ഇവരെ കൊണ്ട് തന്നെ നിർബന്ധിച്ച് പോലീസ് പറഞ്ഞു, നിങ്ങൾ പ്രജീഷിനെതിരായിട്ട് മൊഴി കൊടുക്കുക, നിങ്ങൾ മാപ്പ് സാക്ഷി ആക്കുക എന്ന് പാവപ്പെട്ടവരെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചല്ലേ? അങ്ങനെ പറഞ്ഞു. ഇവർ സംസാരിച്ചപ്പോൾ അങ്ങനെ ജയിലിൽ കിടന്നപ്പോഴും ഞാൻ വിഷ്ണുവിനെ കണ്ടപ്പോഴും വിഷ്ണു ഇത് പറയുന്നുണ്ട്. പിന്നെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി പോലീസ് അവനെതിരായിട്ട് മൊഴി കൊടുക്കണം, എന്നാലേ നിന്നെ മാപ്പസാക്ഷിയാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പെണ്ണിനോട് പിന്നെ തെറ്റായ മൊഴി കൊടുക്കാനായിട്ട് പോലീസ് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ഒരു പ്രതികളാന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സൊരിക്കലും അവർ അങ്ങനെയുള്ള ആൾക്കാരല്ല അവർ. പക്ഷെ അവരിപ്പോൾ അങ്ങനെ ഒരാളെ കൊന്നു, കുഞ്ഞിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും മകളുടെ കുഞ്ഞെന്ന് പറയുമ്പം അത് എങ്ങനെയുള്ളതാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ലോകം മൊത്തം അവര് സ്വന്തം മകൻ അച്ഛനെ കൊന്നു എന്ന് പറയുന്നു, അത് വിശ്വസിക്കുന്നുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവൻ അത്രയും നല്ലൊരു കൊച്ചായിരുന്നു. ചേട്ടന് ഉറക്കമില്ലാത്ത അവസ്ഥയല്ലേ? അതെ 2 വർഷമായിട്ട് ശരിക്കും പറഞ്ഞ ഈ സംഭവത്തിന് ശേഷം ഈ മനുഷ്യന് ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് ഇവരെ പറ്റി പറയാതെ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. ഇതൊന്നും മിണ്ടാതെ കിടക്കുന്നു, ഉറങ്ങുമ്പോഴെങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കാൻ പറയും. കാരണം അത്രയ്ക്കും മനസ്സിനെ നോവിക്കുന്ന ഒരു, ഇപ്പോഴും നൊന്തോണ്ടിരിക്കുന്ന എന്തായാലും അന്ധവിശ്വാസമാണ് കുടുംബത്തെ. അതെ അത് വിജയൻ ചേട്ടനാണ് ആ കുടുംബത്തിലേക്ക് അന്ധവിശ്വാസത്തിനെ കൊണ്ടുവന്നതും അതിന് ഒരു ഭാര്യയും മക്കളും എല്ലാം ഇരയായിപ്പോയി. അയൽവാസിയായിട്ടുള്ള സജീവിൻ്റെയും കുടുംബത്തിൻ്റെ ഒക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അയാൾ പറയുന്നത് സത്യമാണെങ്കിൽ അല്ലേ, എന്ത് ദ്രോഹമാണ് പോലീസ് ആ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തെ നാമാവിശേഷമാക്കി. ഈ സജീവൻ ഈ ജയിലിൽ കിടക്കുന്ന വിഷ്ണുവിനെ അമ്മയൊക്കെ നേരിട്ട് പോയി കണ്ടുപോലും. എന്നിട്ട് സത്യം തുറന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതെല്ലാം പോലീസ് ഞങ്ങളുടെ വായിൽ ഇടിച്ച് കയറ്റിയതാണ്, അങ്ങനെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണ് ഞങ്ങൾ ഈ കള്ളമൊഴിയൊക്കെ കൊടുത്തെന്നാണ് ഈ വിഷ്ണു അമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നത്. വല്ലാത്ത കഷ്ടമാണ്. എനിക്ക് ഒന്നേ ഉള്ളൂ പറയാൻ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.